ബി.ജെ.പിയുടെ യു.പിയിലെ പരാജയം യോഗി ആദിത്യനാഥിന്റെ സമനില തെറ്റിച്ചിരിക്കുന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞതുപോലെയാണ് യോഗിയുടെ ഇപ്പോഴത്തെ നടപടി. കക്ഷിക്ക് ആകെപ്പാടെ പിടിവിട്ട അവസ്ഥയിലാണെന്ന് തോന്നുന്നു. ബി.ജെ.പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി കാരണം യു.പിയിൽ മജിസ്ട്രേറ്റുമാർക്ക് കൂട്ട സ്ഥലം മാറ്റം കിട്ടിയിരിക്കുന്നു. യു.പിയിൽ ബി.ജെ.പി തോറ്റ 11 ജഡ്ജിമാരെ മാറ്റിയിരിക്കുകയാണിപ്പോൾ. ജഡ്ജിമാർക്ക് പുറമെ IAS ഉദ്യോഗസ്ഥർക്കും കൂട്ട സ്ഥലമാറ്റം കിട്ടിയിട്ടുണ്ട്. 12 ജില്ലാ മജിസ്ട്രേറ്റുമാരെയാണ് ആദ്യഘട്ടത്തിൽ സ്ഥലം മാറ്റിയത്. ഇതിൽ 11 ജില്ലകളിലും ബി.ജെ.പി പരാജയപ്പെട്ടതാണ്. രാഷ്ട്രീയ പകപോക്കലാണ് നടപടിക്ക് പിന്നിലെന്ന ആരോപണം ഈ സംഭവത്തെ തുടർന്ന് ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. സീതാപൂർ, ബന്ധ, ബസ്തി, ശ്രാവസ്തി, കൗശാംബി, സംഭാൽ, സഹരൻപൂർ, മൊറാദാബാദ്, ഹത്രാസ് എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലെ ജഡ്ജിമാരെയാണ് ചൊവ്വാഴ്ച സ്ഥലം മാറ്റിയത്. കൂടാതെ ഇറ്റ, ബന്ധ, ഇറ്റവ എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന കാസ്ഗഞ്ച്, ചിത്രകൂട്, ഔറയ്യ എന്നിവിടങ്ങളിലെ ജഡ്ജിമാരെയും മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഹത്രാസ് ഒഴികെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പി പരാജയപ്പെട്ടിരുന്നു. അതേസമയം സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും എല്ലാ തിരഞ്ഞെടുപ്പിന് ശേഷവും സംഭവിക്കുന്ന പതിവ് മാറ്റങ്ങൾ മാത്രമാണിതെന്നും ലക്നൌവിൽ നിന്നുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി ഇതിന് ഒരു ബന്ധവുമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ ആദ്യം അയോധ്യയിലെ ജില്ലാ മജിസ്ട്രേറ്റിനെ മാറ്റേണ്ടിയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.പിയിലെ 80 ലോക്സഭാ സീറ്റുകളിൽ 33 എണ്ണത്തിൽ മാത്രമാണ് ബി.ജെ.പി വിജയിച്ചത്. 2019 62 സീറ്റിൽ നിന്നാണ് ബി.ജെ.പി ഇങ്ങനെ ഒരു മോശം പ്രകടനത്തിലേക്ക് എത്തുന്നത്. ഈ സമയത്ത് തന്നെയാണ് ഈ സ്ഥലമാറ്റം സംഭവിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഉത്തർപ്രദേശിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങളെ കുറിച്ച് പഠിക്കാനായി സംസ്ഥാനത്തെ 78 ജില്ലകളിലേക്ക് ബി.ജെ.പി ടാസ്ക് ഫോഴ്സിനെ അയച്ചിരുന്നു. എന്നാൽ ജില്ലാ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ജഡ്ജിമാർ ഇതിനോട് സഹകരിച്ചില്ലെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ സ്ഥലം മാറ്റം രാഷ്ട്രീയ പകപോക്കലാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരെയെല്ലാം അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണമെന്ന് സർക്കാർ ആഗ്രഹിച്ചു. അവരുടെ മേൽ വ്യക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി അവർ അവരുടെ ജോലി ചെയ്തു. അതിനാൽ അവരെ സ്ഥലം മാറ്റി. എന്നിട്ടും സർക്കാർ അതിനെ സാധാരണ സ്ഥലം മാറ്റം എന്ന് വിളിക്കുകയാണ്. എന്നാൽ അതല്ല കാര്യം. യു.പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായുടെ വാക്കുകളാണിത്. യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ് സ്ഥലം മാറ്റമെന്ന് സമാജ്വാദി പാർട്ടി ദേശീയ വക്താവ് അബ്ദുൾ ഹാഫിസ് ഗാന്ധിയും പറഞ്ഞു. ഇത് സാധാരണ സ്ഥലമാറ്റമല്ല, ഇത് ബ്യൂറോക്രസിയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള വ്യക്തമായ ശ്രമമാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്യോഗസ്ഥർ പരമാവധി ശ്രമിച്ചു. അവർ അവരുടെ ജോലി ചെയ്തു. ഇപ്പോൾ ബി.ജെ.പി തോറ്റെടുത്ത ജഡ്ജിമാരെയും ഉദ്യോഗസ്ഥരെയും എല്ലാം സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ടാണ് ജില്ലാ ഭരണകൂടം പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് സ്വേച്ഛാധിപത്യപരമായ സ്ഥലം മാറ്റമാണ്, ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ഹാഫിസ് ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.